ക്ഷമയുടെ പ്രാർത്ഥന. വിദ്വേഷം കലഹമിളക്കി വിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. സുഭാഷിതങ്ങൾ 10:12. കുരിശിൽ കിടന്നുകൊണ്ട് തീവ്രവേദനയുടെ നടുവിൽ ഈശോനാഥ, അങ്ങ് ക്രൂശിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് എന്നെ വേദനിപ്പിച്ചവരെ കുറിച്ചുള്ള പച്ചകേടാത്ത ഓർമ്മകളുമായി ഞാനിതാ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ വന്നിരിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ കൽപ്പനയും അങ്ങയുടെ മാതൃകയും മറന്നുകൊണ്ട് ഞാൻ വിദ്വേഷം വെച്ച് പുലർത്തിയതേ ഓർത്ത് മനസ്തപിക്കുന്നു. നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്നായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മത്തായി 18:35 എന്ന തിരുവചനം ഞാൻ ഓർക്കുന്നു. അങ്ങ് തന്നവരെല്ലാം അങ്ങയുടെ ദാനവും സമ്മാനവുമാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ വേദനിപ്പിച്ചിട്ടുള്ളവരോട് മാപ്പ് ചോദിക്കുന്നു. മുറിവേൽപ്പിക്കപ്പെട്ട സൗഖ്യദായക, അങ്ങയുടെ തിരുമുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സൗഖ്യപ്പെടുത്തണമേ. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. പ്രഭാഷകൻ 28:2. ഈശോയെ, അങ്ങ് ശിമയോനോട് അരുൾ ചെയ്തു, ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ലൂക്ക 22:31-32 വാക്യങ്ങൾ. ഈശോനാഥ, സാത്താന്റെ വലയിൽ പെടാതെ എന്നെയും എല്ലാവരെയും സംരക്ഷിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. ആമേൻ.